ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ എൻ്റെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ കോണ്ടാക്ട് ലിസ്റ്റിലുള്ളവർക്കും എൻ്റെ ഇൻസ്റ്റഗ്രാം സബ്സ്ക്രൈബേഴ്സിന് മാത്രമേ എന്നെ പറ്റി ഒരു ചെറിയ ഐഡിയ ഉള്ളൂ. അപ്പോൾ എൻ്റെ ന്യൂ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സിനും ന്യൂ യൂട്യൂബ് വ്യൂവേഴ്സിനും വേണ്ടി എൻ്റെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം എൻ്റെ പേര് സിയാന ഇസ്മായിൽ. ശരിക്കും ഞാൻ നാട്ടിൽ കോട്ടയത്ത് ചങ്ങനാശ്ശേരിയിലാണ് താമസിക്കുന്നത്. എൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ, എൻ്റെ അത്ത, എൻ്റെ അമ്മ, എൻ്റെ 3 സിസ്റ്റേഴ്സ്, ഞങ്ങൾ 4 പെൺകുട്ടികളാണ്. പിന്നെ എൻ്റെ 2 കുട്ടികൾ. അപ്പോൾ എല്ലാവരും വിചാരിക്കും എൻ്റെ ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു. ആക്ച്വലി ആൾ മരിച്ചുപോയി. അപ്പം ഞാനൊരു സിംഗിൾ മോമാണ്. എനിക്ക് 2 കുട്ടികളുണ്ട്. 2 ബോയ്സ് ആണ്. മൂത്ത ആളുടെ പേര് മുഹമ്മദ് ആദി, രണ്ടാമത്തെ ആളുടെ പേര് മുഹമ്മദ് ഐദീൻ. മൂത്ത ആള് 2nd സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. രണ്ടാമത്തെ ആൾക്ക് 3 വയസ്സായതേ ഉള്ളൂ. എൻ്റെ അനിയത്തിമാരും ഞാനും തമ്മിൽ വലിയ പ്രായ വ്യത്യാസമൊന്നുമില്ലായിരുന്നു. അപ്പൊ എൻ്റെ അമ്മ ആണെങ്കിൽ എന്നെ കളരിയിലേ വിട്ടിട്ടുള്ളൂ, കളരിയിൽ പഠിക്കാൻ വേണ്ടി. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു 5ാം വയസ്സിൽ എന്നെ 1ാം ക്ലാസ്സിൽ ചേർത്തു. 1ാം ക്ലാസ്സിൽ ചേർത്തത് ചങ്ങനാശ്ശേരി ഗേൾസിന്റെ മാത്രം സ്കൂളുള്ള സെന്റ് ജോസഫ് GHS ചങ്ങനാശ്ശേരി, നമ്മുടെ ചന്തയ്ക്ക് നിയർ ബൈ ആയിട്ട് ഉള്ളൊരു സ്കൂളാണ്. ഗേൾസിന്റെ മാത്രം ഒരു മഠം, ഒരു കോൺവെന്റ്, ഒരു അറ്റ്മോസ്ഫിയർ ഉള്ള ഒരു സ്കൂളിലാണ് എന്നെ ചേർത്തത്. അങ്ങനെ ഞങ്ങളുടെ ഉപ്പയ്ക്ക് മൊത്തം പെൺകുട്ടികളായതുകൊണ്ട് ആൺപിള്ളേരുള്ള സ്കൂളിൽ പഠിപ്പിക്കുന്ന ഇഷ്ടമില്ലായിരുന്നു. അപ്പൊ ഞങ്ങളെ എല്ലാവരെയും പെൺകുട്ടികൾ മാത്രമുള്ള സ്കൂളിൽ പഠിപ്പിക്കണമെന്നായിരുന്നു എൻ്റെ ഉപ്പയ്ക്ക് ആഗ്രഹം. അങ്ങനെ എന്നെ കൊണ്ടുപോയി 1ാം ക്ലാസ്സിൽ അവിടെ ചേർത്തു. പിന്നെ ഞാനിങ്ങനെ പഠിച്ച് +2 വരെ അവിടെ പഠിച്ചു. 10ാം ക്ലാസ് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല മാർക്കൊക്കെ ഉള്ളവർക്ക് +1 +2 അവിടെ അഡ്മിഷനൊക്കെ കിട്ടത്തുള്ളൂ. അൽഹംദുലില്ലാഹ് എനിക്ക് ഫുൾ A+ഉം Aയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് +1 +2 അവിടെ ജോയിൻ ചെയ്യാൻ പറ്റി. ഞാൻ +1 +2 അവിടെ പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിന് നമ്മുടെ വീട്ടിൽ ഫസ്റ്റ് ബേബിയാണ് ഞാൻ. അപ്പം എൻ്റെ ഉപ്പയ്ക്ക് എന്നെ വേഗം കെട്ടിച്ചു വിടണമെന്നായിരുന്നു. ബാക്കിയുള്ള അനിയത്തിമാരൊക്കെ നിൽക്കുന്നതുകൊണ്ട് എന്നെ വേഗം കെട്ടിച്ചു വിടണമെന്നായിരുന്നു. അപ്പോൾ എൻ്റെ ഉപ്പ ഒരു +2 കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് കല്യാണാലോചനകളൊക്കെ തുടങ്ങി. അങ്ങനെ പക്ഷേ പഠിത്തം ഞാൻ ബ്രേക്ക് ചെയ്തില്ലായിരുന്നു. അപ്പം എന്തായാലും കല്യാണമൊക്കെ കഴിച്ച് പോകണ്ടല്ലേ. അപ്പം ഞാൻ ഓർത്ത് ചെറിയൊരു ഡിഗ്രിയൊക്കെ മതി. പക്ഷേ എനിക്ക് മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എനിക്ക് എഞ്ചിനീയറിംഗ് എനിക്ക് കിട്ടിയതായിരുന്നു. എൻട്രൻസിൽ എനിക്ക് റിസൾട്ട് വന്നപ്പം ചെറിയ റാങ്കൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് എൻ്റെ വീട്ടുകാർ കെട്ടിച്ചു വിടേണ്ടതുകൊണ്ട് എന്നെ എഞ്ചിനീയറിങ്ങിന് വിട്ടില്ല. ഞാൻ പ്രൈവറ്റായിട്ട് ഒരിടത്ത് BComന് ചേർന്ന്. അങ്ങനെ ഒരു 6 മാസം, ഒരു ഫസ്റ്റ് സെമസ്റ്റർ പോയപ്പോഴത്തേക്കിന് എൻ്റെ വീട്ടുകാർ എനിക്ക് കല്യാണാലോചന കൊണ്ടുവന്നു. 18ാം വയസ്സിൽ എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞു. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിന് 19ാം വയസ്സിൽ എനിക്ക് എൻ്റെ ഫസ്റ്റ് ബേബി ഉണ്ടായി. പിന്നെ കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്കിന് കുറേ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ 2nd ബേബി വന്നതിന് ശേഷം കുറച്ച് നാളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിന് എൻ്റെ ഹസ്ബൻഡ് മരിച്ചുപോയി. ഞാനിപ്പം എൻ്റെ കറണ്ട് സ്റ്റാറ്റസ് എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഒരു സിംഗിൾ മോമാണ്. എനിക്ക് ജോബുണ്ട്, ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. UAE അബുദാബിയിൽ ഒരു കമ്പനിയിൽ ഓപ്പറേഷൻസിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഇപ്പം ഞാൻ നാട്ടിൽ വന്നിരിക്കുവാണ്. ഒരു കുറച്ച് ദിവസം ലീവിന് വേണ്ടി ഞാൻ നാട്ടിൽ വന്നിരിക്കുവാണ്. പിന്നെ എൻ്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ ഓക്കെ, പിന്നെ +2 ഞാൻ പഠിത്തം നിർത്തിയപ്പം എൻ്റെ സ്റ്റഡീസ് നിന്ന് പോയൊന്നുമില്ല. ആഫ്റ്റർ ഒരു 6 ഇയേഴ്സ് കഴിഞ്ഞപ്പോൾ എനിക്ക് എഡ്യൂക്കേഷൻ വേണമെന്ന് തോന്നി. ഞാൻ തന്നെ വീട്ടിലിരുന്ന് ഡിഗ്രി പഠിച്ചു. അപ്പോൾ എനിക്ക് ഇപ്പം BCom ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ ഉണ്ട്. പിന്നെ എന്നെ പറ്റി പറയുകയാണെങ്കിൽ, ഞാൻ ഒരു സെൽഫ് ഇൻഡിപെൻഡൻറ്റ് ലേഡിയാണ്. പിന്നെ ഞാൻ എന്നെ ഓർത്ത് അഭിമാനിക്കുന്നു. പിന്നെ മക്കളെ തന്നെ നോക്കാൻ പറ്റുന്നതിൽ എന്നെപ്പോലെ ഞാൻ മാത്രമല്ല, ഈ ലോകത്തിൽ ഒരുപാട് സ്ത്രീകളുണ്ട്. അവരെല്ലാം ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു. ഒരു വിമൻ എന്ന നിലയിൽ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു. ഓക്കെ, എൻ്റെ ഇന്നത്തെ സെൽഫ് ഇൻട്രൊഡക്ഷൻ വ്ലോഗ് ഇത്രയേ ഉള്ളൂ.